എന്താക്കണേ? എനിക്കില്ലേ നാട്ടിൽ നമ്മളെ കല്യാണത്തിൽ ഉണ്ടാകുന്ന ബിരിയാണി ഇല്ലേ, അത് കഴിക്കാൻ. ബിരിയാണിക്കൊന്നും അങ്ങനത്തെ ടേസ്റ്റ് ഇല്ല. നാട്ടിൽ പോയിട്ട് ആദ്യം ഒരു കല്യാണം കഴിക്കേണ്ടി വരുമോ? ബിരിയാണി കഴിക്കാൻ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ? നല്ല നാടൻ ചിക്കൻ ബിരിയാണി. ഞാൻ ഉണ്ടാക്കിയാൽ മതിയോ? ഓക്കെ, മതി. ഓക്കെ, ഉണ്ടാക്കാം. ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ നമ്മുടെ നാട്ടിലെ കല്യാണത്തിനൊക്കെ ഉണ്ടാകുന്ന ബിരിയാണി കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കരത്തിൽ ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ കാര്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പി ഞങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടേക്ക് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണാണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങ കൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറോളം ഇതൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ ഏകദേശം 1 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. പിന്നെ നമുക്ക് നേരെ മസാല ഉണ്ടാക്കാനുള്ള ഉള്ളി അരിയാട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 5 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3 പർപ്പസിനുള്ള ഉള്ളിയായി കേട്ടോ. അതായത് നമ്മൾ മസാല ഉണ്ടാക്കാനുള്ളതായി, മുകളിൽ ദമ്മിടാനൊക്കെ ആയിട്ടോ. പിന്നെ ഞാൻ ഒരു 1/2 കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി 4 പച്ചമുളക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ തന്നെ മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മളെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഞാൻ കാഷ്യൂ അതേപോലെ തന്നെ നമ്മുടെ മുന്തിരിയൊക്കെ വറുത്തെടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ദമ്മിടാനുള്ള പരിപാടിയാണ് ഞാൻ ആദ്യം എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 5-6 നമ്മുടെ കാഷ്യൂ ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ മുന്തിരിയും കൂടി എടുത്തിട്ടുള്ളത്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുന്തിരി എടുത്ത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളീൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ ഞാൻ എടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. ഇത് നമ്മൾ ദമ്മിടാനും അതേപോലെ തന്നെ മസാലയിലും കൂടെ ചേർക്കാനാണ് ഈ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ബാക്കി വന്ന ഉള്ളി കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മസാലയ്ക്കുള്ള ഉള്ളിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വേവാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഉപ്പും കൂടി ഇടുമ്പോൾ മാത്രമേ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റി കിട്ടുള്ളൂ. അതേപോലെ തന്നെ ആ ഒരു വേഗം തന്നെ മല്ല ആയിട്ട് വഴറ്റി കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ ഉപ്പിട്ട് കൊടുത്താൽ. അങ്ങനെ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം ഈ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു 2.5 ടേബിൾ സ്പൂണും ഉണ്ടായിരുന്നു. അത് ഇട്ടൊരു നന്നായിട്ട് വാടിയതിന് ശേഷം ഒരു മീഡിയം സൈസ് 2 തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണക്ക് മാറി നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും അതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ തക്കാളിൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെക്കണം. അതിൽ എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ചിക്കനിലെ വെള്ളവും മസാലേൻ്റെ വെള്ളം കൂടി ആയിട്ട് അത് വേവാനുള്ള വെള്ളം ഉണ്ടാവും കേട്ടോ. അത് നന്നായിട്ട് അതൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ചിക്കനും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളീൻ്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി പകുതി നമുക്ക് ദമ്മിടാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ പൊരിച്ച ഉള്ളിയും ഈ ഒരു മസാലേൻ്റെ ഒക്കെ സ്മെല്ലായിട്ട് നമ്മളൊരു കല്യാണ വീട്ടിലൊരു സ്മെല്ലായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതും കൂടി ഇടുമ്പോഴേക്ക് ശരിക്കും ഒരു കല്യാണ വീട്ടിലെ സ്മെല്ലൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചിക്കൻ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കഷ്ണം നമ്മൾ ചെറുനാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയം, ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് വേഗം തന്നെ ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 3 ഗ്ലാസ് ജീരകശാല റൈസാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് കയ്യിലുള്ള റൈസ് അത് ഏതായാലും എടുക്കാം. ഞാൻ ഇവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 ആൾക്ക് കഴിക്കാൻ പറ്റുന്നത്ര റൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ നന്നായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് പട്ട, പൂവ്, ഗ്രാമ്പു, അതേപോലെ ബേ ലീഫും പിന്നെ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ വറ്റിച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുക്കറിലൊക്കെ അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് മതിയാവും. ഇത് വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതേപോലെ തന്നെ ചെറുനാരയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഒത്തിരി അധികമായാലും കുഴപ്പമില്ല, കാരണം റൈസ് വെന്ത് വരുമ്പോൾ ഇട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഈ ഒരു ചിക്കനിടെ വെന്ത് വരുന്നുണ്ട്, ഒരു സൈഡിൽ നമ്മുടെ ചോറിനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ റൈസ് ഏകദേശം ഒരു 5-6 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ വെന്ത് കിട്ടിയതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് വേവിക്കേണ്ട, ഏകദേശം ഒരു 80% മാത്രം വേവിച്ച് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോറ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മൾ ചിക്കൻ അവിടെ നന്നായിട്ട് സെറ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞത് അതിലേക്ക് നമ്മളെ ദമ്മിടലാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ചിക്കൻ ഇവിടെ സെറ്റായി, നമ്മൾ ചോറും സെറ്റായി. അപ്പം നമുക്ക് നേരെ ദമ്മിടാൻ പോവാം. അപ്പം ഞാൻ ഈ ഒരു ചിക്കനിലേക്ക് ആ റൈസും കൂടെ ആണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുത്തു. റൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ 80% വേവിക്കുന്ന സമയത്ത് ഇനി ദമ്മിടുമ്പോൾ ബാക്കിയുള്ള ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഫുള്ള് വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് പോകും ചോറ്. അപ്പോൾ നന്നായിട്ടൊന്ന് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച് പൊരിച്ച ഉള്ളിയും അതേപോലെ കാഷ്യൂം നമ്മുടെ മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും അതേപോലെ കുറച്ച് പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഫസ്റ്റത്തെ ഒരു സെറ്റായതിന് ശേഷം നെക്സ്റ്റ് അടുത്ത സെറ്റാക്കി വെക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേ നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, കുറച്ച് മതിയാവും. കാരണം കുറേ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല, ഭയങ്കര നെയ്യായി പോകും. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിൽ, ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടും കളറിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം നെക്സ്റ്റ് റൈസും കൂടി ഇട്ട് കൊടുക്കുക. റൈസും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയും കാഷ്യും അതേപോലെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുതിനയും അതേപോലെ തന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരിത്തിരി നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേ നെയ്യ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ തന്നെ പൊരിച്ച് വെക്കുന്ന സമയത്ത് ബാക്കി വരുന്ന എണ്ണ അതിൽ ഒഴിക്കേണ്ട അല്ലെങ്കിൽ നെയ്യ് അതിൽ ഒഴിക്കേണ്ട കാര്യമില്ല. കറക്റ്റ് അളവിനായിട്ട് ഈ ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ബിരിയാണിയിൽ അധികം എണ്ണമയവും കാര്യങ്ങളൊന്നും ഉണ്ടാവും. നമുക്ക് കറക്റ്റ് ആവശ്യമനുസരിച്ച് മാത്രം കഴിക്കാനും കൂടെ പറ്റും കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരെ നമ്മൾ പുതിനയും മല്ലിയിലയും കൂടെ ആണ് കേട്ടോ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ പുതിനയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇവിടെ നമ്മൾ ദമ്മിടാനായിട്ട് വെക്കുന്നത് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 20 മിനിറ്റോളം ദമ്മിടാം. കാരണം നന്നായിട്ട് നമ്മൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നില്ല, 80% മാത്രമേ വെന്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ചോറും ഈ ഒരു മസാലയും കൂടെ പോകുമ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളിതേ നന്നായിട്ട് അടിപൊളി നമ്മളെ കല്യാണ വീട്ടിലുണ്ടാകുന്ന ചിക്കൻ ബിരിയാണി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി സ്മെല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം പോലെ ഞാൻ ഈ ഒരു ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ടേസ്റ്റ് ആയിട്ട് വരുന്നില്ല വിചാരിച്ചിട്ടില്ല. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലത്തെ ആ ഒരു ബിരിയാണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് കറക്റ്റ് ആക്കാൻ വേണ്ടി ആ ഒരു രസം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം വെച്ചാൽ അവിടെ കല്യാണത്തിനൊക്കെ ആകുമ്പോൾ ഒരുപാട് നമ്മൾ ഒരു വലിയ ചമ്പിലൊക്കെ വലിയ അടുപ്പിലൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ രുചി വേറെ തന്നെ ആവും. പക്ഷെ എന്നാലും ഏകദേശം ഒരു 90%ഓളം ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും കൂടെ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താ ഫീഡ്ബാക്ക് എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. എന്താണ് ബിരിയാണി? അടിപൊളി.